ഓരോ ദിവസവും അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ബാബുരാജേട്ടന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്? അതായത് നേരത്തെ കുറച്ച് കോമഡിയൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു, പക്ഷെ കോമഡിയിൽ നിന്ന് ഇപ്പൊ കുറച്ച് സീരിയസ് ക്യാരക്ടറുകളിലേക്ക് വന്നു. ആ മുഖത്തൊക്കെ വിരിയുന്ന ഓരോ ഭാവങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ഈ സിനിമയിലും അതുപോലെ റേച്ചൽ മൂവിയിലും എല്ലാം തന്നെ ആ ഒരു ഭാവങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല ആക്ടിംഗ് ക്ലാസ്സിന് പോയിരുന്നോ? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 35 വർഷമായി സിനിമയിൽ. ഇനിയിപ്പോൾ ആക്ടിങ് ക്ലാസ്സിൽ പോകേണ്ട അതിനേക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ട് പല ഇതായിട്ട്. പിന്നെ നമുക്ക് ഓരോ വേഷങ്ങൾ കിട്ടുമ്പോഴല്ലേ നമ്മളതൊക്കെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. നമുക്കൊരു അവസരങ്ങളാണല്ലോ. ഇപ്പോൾ ഓരോരുത്തരെയും നമ്മൾ കാണുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര അണ്ടർസ്റ്റിമേറ്റ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന വേഷങ്ങൾ, അതുപോലെ തന്നെ ആ സിനിമ ഓടുമ്പോഴൊക്കെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നന്നായിട്ടുണ്ടെന്ന് പറയുള്ളൂ. പിന്നെ ഇപ്പം ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് ഇപ്പം പലരും പറയുന്നുണ്ട് ഭയങ്കര ക്രിഞ്ച് സീനുകളുണ്ട്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നതിൽ, പക്ഷെ നമുക്ക് പറയാവുന്ന കാര്യം കഥകളും സിറ്റുവേഷൻസ് എല്ലാം ഇവിടെ ഒന്നും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളൊരു പഴയ കഥ പറയുമ്പോൾ ആ പഴയ കാര്യങ്ങൾ തന്നെയല്ലേ പറയേണ്ടത്, അല്ലാണ്ട് അതിന് പുതിയ രീതിയിലൊന്നും. പിന്നെ ഈ പറയുന്ന പോലെ തിരക്കഥയിലോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ പോലും അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയണം. അപ്പൊ ഇതിനെ കുറിച്ച് മോശമായിട്ട് പറയുന്ന കുറെ കമന്റുകൾ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്. വളരെ ക്രിഞ്ച് സീനുകളാണ് അല്ലെങ്കിൽ മലങ്കൾട്ടാണ് എന്നൊക്കെ പറയുന്നിടത്ത് ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ റിലീസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ വളരെയധികം എഫർട്ട് എടുത്തിട്ടുള്ള നല്ല ഫൈറ്റ് സീനുകളുണ്ട്. അതിപ്പോ ഇതിനെ ആക്ഷേപിക്കുന്നവർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു കൈയടി കിട്ടേണ്ട കാര്യം. കാരണം വളരെ ഫൈറ്റിനെ കുറിച്ച് ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പല ഈ പറയുന്ന പല ആൾക്കാരുടെയും എല്ലാം കേട്ടതാണ്. അപ്പൊ അതിന് അത്ര എഫർട്ട് ഉണ്ട്. ഞാൻ ഇതിന്റെ ഒരു ആരംഭഘട്ടത്തിൽ പറഞ്ഞ കാരണം പണ്ടെല്ലാം നമ്മൾ ഈ പറയുന്ന, ഞാൻ 93 സിനിമയിൽ വന്ന ആളാണ്. അന്നൊക്കെ അത് മുതൽ 2000 വരെയുള്ള സിനിമകളിലൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു കാര്യമാണ്. കാരണം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറക്ടർ പോലും ഫൈറ്റ് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് സിനിമയുടെ എന്താ നെടുന്തൂൺ എന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷൻ. പക്ഷെ അപ്പൊ നമുക്ക് പ്രായം നമുക്ക് ഒരു അനുകൂല ഘടകമല്ലല്ലോ എന്നൊക്കെ നമ്മളിപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും അതിനുള്ള എഫർട്ട് ഇപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്ക് ചെയ്ത പല സിനിമ, പള്ളിച്ചട്ടമ്പി പോലുള്ള സിനിമകളിലൊക്കെ അവരതിനിരുന്ന എഫർട്ടുകൾ 140 ദിവസം ഷൂട്ടിങ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ദൈവമേ, നമ്മുടെയൊക്കെ ഒരു ചെറിയ സമയത്ത് ഇതിനുള്ളൊരു അവസരം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിച്ചു പോകും. എന്തായാലും ഈ സിനിമയ്ക്ക് എടുത്തിരിക്കുന്ന എഫർട്ട്, അതിന്റെ പ്രൊഡ്യൂസർ, അതിന്റെ ഡയറക്ടർ, അത് നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും 10-11 ഫൈറ്റുള്ളൊരു സിനിമ, അത് നല്ല രീതിയിൽ പോകുന്നു. 140 തിയേറ്ററിൽ പോകുന്നു, ഇനിയും തിയേറ്ററുകളിൽ അത് ഓടുന്നു എന്നൊക്കെ പറയുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓരോ സിനിമയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ? ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 37 വർഷത്തെ ഈ ഒരു സിനിമാ ജീവിതത്തിൽ ഓരോ സിനിമയും ഓരോ പഠനങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പൊങ്കാല സിനിമ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്? തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു സിനിമയിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ കൂടെയൊക്കെ നമ്മള് ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ മകനാണ് ഇരിക്കുന്നത്, ഈ കിച്ചു ടെല്ലസ്. അപ്പൊ ആ പിള്ളേരുടെ ഒക്കെ അവരുടെ മനസ്സിൽ, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സൂര്യ, ഇവരൊക്കെ ആയാലും അപ്പോൾ അവരുടെ കൂടെ ചെയ്യുമ്പോഴാണല്ലോ, അവരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്ന സിനിമയല്ല ഇവര് കാണുന്നത്. കാരണം ഇവര് ജനിച്ച് വീണത് ഈ മൊബൈൽ വേൾഡിലേക്കാണല്ലേ. ഇപ്പൊ എല്ലാവരും സ്വന്തമായിട്ട് ഗംഭീരമായിട്ട് 4K സ്വന്തമായിട്ട് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ പിള്ളേര്, കൊച്ചുകുട്ടികൾ പോലും. ഇപ്പൊ നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാല് പണ്ടൊക്കെ നമ്മള് കുട്ടികളെ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളെ കളിപ്പാട്ടം കൊണ്ടാണ് കളിച്ചിരുന്നെങ്കിൽ ഇന്ന് മൊബൈൽ കൊണ്ടാണ് ആ പിള്ളേർ കളിക്കുന്നത്. അമ്മമാരും അവർ മൊബൈലാണ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേര് ആസ്വദിക്കുകയാണ്. അപ്പൊ അങ്ങനെ മാറിപ്പോയി. അപ്പൊ അവരെ ഒന്നും ഒരിക്കലും നമുക്ക് സിനിമ പഠിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവരെ കൂടെ ചെയ്യുമ്പോൾ സിനിമയെ നമ്മൾ ഇവരിങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. കാരണം പണ്ടെല്ലാം നമുക്കറിയാം, പണ്ടത്തെ സിനിമകളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യം ഒരു സ്പൂൺ ഫീഡിങ് ഉണ്ടാവും. ഇത് അപ്പൻ, ഇത് അമ്മ, ഇത് കുട്ടികൾ, ഇത് അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് അതൊക്കെ മാറി.
ഇന്ന് ഒരു നോട്ടത്തിൽ കൂടി പോലും ആ വീട്ടിൽ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കും. കാരണം ഞാൻ അങ്ങനെ ഒരു ബ്രില്യൻസ് കണ്ടത് ജോജി എന്ന് പറഞ്ഞ പടത്തില്. ആ പടത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നവൻ എൻ്റെ മകൻ ഒരു സീക്വൻസ് പോലും ഇല്ല. പക്ഷെ ആൾക്കാർക്ക് അത് ആദ്യമേ തന്നെ മനസ്സിലായി ഇത് ഇയാളുടെ മകനാണ്. അങ്ങനെ അതായത് ആ ഒരു സ്ക്രിപ്റ്റിന്റെ ബ്രില്യൻസ് കൊണ്ടും ഡയറക്ടറുടെ ബ്രില്യൻസ് കൊണ്ടും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇത്രയും അക്സെപ്റ്റൻസ് ഉള്ളത്. നമ്മൾ മറ്റുള്ളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ ഈ അടുത്തിടയ്ക്ക് ഒരു കന്നഡ പടമൊക്കെ കണ്ടപ്പോൾ നമ്മളെയൊക്കെ അവർ കാണുന്നത് വലിയ ആർട്ടിസ്റ്റുകളായിട്ടാണ്. നമ്മൾ പറയുന്ന സജഷൻസും അവർ സ്വീകരിക്കുന്നത് നമ്മുടെ സിനിമകൾക്ക് അത്രയും വലിയ വൈഡ് അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. അതെല്ലാം നമ്മുടെ മലയാള സിനിമയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ തിയേറ്ററുകൾ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഈ പറയാം, ഞാൻ പല സമയത്തും പറഞ്ഞു, ഞാനൊക്കെ ചെന്നൈയിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് ഞാനൊക്കെ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്നാണ് നമ്മുടെ സിനിമകളൊക്കെ ഇതുപോലുള്ള തിയേറ്ററിൽ കളിക്കുന്നത്, ഈ ഉദയം കോംപ്ലക്സിലൊക്കെ. അപ്പോൾ ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ നമ്മുടെ സിനിമകളെ പോലും, ഇപ്പൊ നമ്മുടെ പൊങ്കാല പോലും അവിടെ നല്ല തിയേറ്ററിൽ കളിക്കുമ്പോൾ നമുക്ക് അതൊരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആത്മാഭിമാനം കൊള്ളാം, അഹങ്കരിക്കാം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനിയും നമുക്ക് വിശേഷങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത ക്രൂ മെമ്പേഴ്സിനെ ഓരോരുത്തരായിട്ട് ക്ഷണിക്കാം. താങ്ക് യു സോ മച്ച്. യെസ്, നമുക്ക് ഈ സിനിമയെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഗ്ലോബൽ പിക്ചേഴ്സിന്റെ എന്റർടൈൻമെന്റ്സ് ആൻഡ് ജൂനിയർ 8 ബാനറിൽ ദീപു ബോസും അതുപോലെ അനിൽ പിള്ളയും ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർ ഡോണ തോമസും അതുപോലെ ചിത്രം തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത് ഗ്രേസ് ഫിലിം കമ്പനിയുമാണ്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടറിനെ, പൊങ്കാലയുടെ ഡയറക്ടറിനെ സ്റ്റേജിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. AB ബിനൽ. നല്ലൊരു കൈ കൊടുക്കാം നമുക്ക്. വാമനൻ എന്ന സിനിമയിലൂടെ തന്നെ നമുക്ക് ആ ഒരു ബ്രില്യൻസ് മനസ്സിലായതാണ്. ഈ ഒരു സിനിമ വളരെ കഷ്ടപ്പാടിലൂടെ മുന്നിലേക്ക് വന്ന് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നു, പക്ഷെ തളർന്നില്ല. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അതിഗംഭീരമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചലഞ്ചസ് ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? നമസ്കാരം. എൻ്റെ മീഡിയസിന് ഞാൻ ആദ്യം താങ്ക്സ് പറയുന്നു. നിങ്ങളാണ് എനിക്ക് എന്നും മാധ്യമത്തോടാണ് ഒരു വിശ്വാസം. മാധ്യമമാണ് സിനിമയെന്നല്ല നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് മാധ്യമം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നമ്പുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് ക്രിറ്റിസൈസേഴ്സ് നമ്മുടെ സിനിമയെ കുറിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇതിനൊന്നും പ്രതികരിക്കാനോ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് അതൊരു പ്രചോദനമായിട്ടാണ് ഞാൻ കണ്ടത്. അവരൊക്കെ സിനിമ കണ്ടിട്ട് അവരതിനെക്കുറിച്ച്, അയാൾക്ക് ഇഷ്ടപ്പെടാത്തത്, അയാൾ ഒരു വ്യക്തി ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് ഇത്രയും ഒരു വർഷത്തെ എഫേർട്ട്, ഇപ്പൊ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സിനിമ തിയേറ്ററിൽ എത്തുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവസാനം റിലീസ് ചെയ്യുന്ന നമ്മൾ ഞായറാഴ്ച ഇതുപോലൊരു ഈവന്റ് ഇവിടെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞായറാഴ്ച ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പൊങ്കാല എന്നൊരു ഫെസ്റ്റിവൽ അനുസരിച്ചിട്ട് റിലീസ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഇത് ഭയങ്കര സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ആ ഞായറാഴ്ച റിലീസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിന്റെ കാരണം സെൻസർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് എത്ര പേരോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ഐ കാൻ ഡു ദാറ്റ്. ഇറ്റ്സ് വെരി, ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് കൺവേ ചെയ്യാൻ പറ്റിയത് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് മാത്രമാണ്. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ഇവിടെ ഇല്ല. ഇവരൊക്കെ എൻ്റെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെയാണ് ഈ 5-ാം തീയതി റിലീസ് ചെയ്തത്. 5-ാം തീയതി എന്ന് പറഞ്ഞ ഡിസംബർ 5-ാം തീയതി മമ്മൂക്കയുടെ, ഇവിടുത്തെ സിംഗം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ, അദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഇത് ഇറക്കരുത് എന്ന് പലപ്പോഴും എന്നോട് പലരും പറഞ്ഞു. ഞങ്ങൾക്കിടയിലും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയപരിധികൾ അതിന് അനുവദിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, എന്താണ് മാറ്റിവെച്ചൂടെ ജനുവരിക്കും ഫെബ്രുവരിക്കും അടുത്ത വർഷത്തേക്ക്? അതൊന്നും സാധ്യമല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സിനിമയ്ക്കകത്ത്. സിനിമ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൊരു സിനിമയാണ് ഇത്. ശ്രീനാഥ് ബാസിയെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ, ഞാൻ അവർ ചെറുതാക്കി പറയുന്നതല്ല, അദ്ദേഹത്തെ പോലുള്ള ഒരാളെ വെച്ച് ഇത് സിനിമ ചെയ്യുമ്പോൾ കുറെ എന്താ പറയുക റെസ്ട്രിക്ഷൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ഇത് റിലീസ് ചെയ്യാന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ കടമയായി മാറി. പല സ്ഥലത്തു നിന്നുള്ള പ്രഷർ കൊണ്ടാണ് ഞാൻ ഈ സംഭവം എന്താ പറയുക കളങ്കാവലിന് ഓപ്പോസിറ്റ് ഞാൻ റിലീസ് ചെയ്തത്. അതിൻ്റെ കോൺസിക്വൻസസ് ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വന്നു. 2 ദിവസം. ആദ്യത്തെ ദിവസം 25 lakhs, വെറും 25 lakhs ആണ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തത്. സെക്കൻഡ് ഡേ 23 ആയി. അപ്പോൾ തളർന്നു പോയി സത്യത്തിൽ. 2 ദിവസമായപ്പോഴത്തേക്കും, അതായത് എൻ്റെ ബഡ്ജറ്റ്
അനുസരിച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു എമൗണ്ട് അല്ല ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ 3-ാം നാൾ യേശുക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്. ഇത് ആരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു ക്രോറിലേക്ക് ഞങ്ങൾ എത്തി. ഇതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടി ഇവിടെ വെച്ചത്. ചുമ്മാ ആൾക്കാരെ പറ്റിക്കാനോ ഒന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം മിനിമം ഞങ്ങളുടെ ഗ്രൂപ്പിലും ഞങ്ങൾക്കിടയിലും വരുന്ന മെസ്സേജുകൾ മാത്രം ഞാൻ ഓൺലൈനിൽ ഞാൻ വയ്ക്കാം. അത്രയധികം ആളുകൾ പടം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കോൺഫിഡൻസിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്ത എഫേർട്ട് ചുമ്മാതല്ല. ഒരു യൂട്യൂബർ, അതായത് ഞാൻ മാധ്യമങ്ങളെല്ലാം പറയുന്നത്, അതായത് എന്താ പറയുക, ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളും സിനിമയ്ക്ക് പിന്നിലുണ്ട്. അയാൾ വന്നിരുന്നിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. എന്തെന്ന് അയാൾ പറയുന്നത്, സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് ഫ്യൂച്ചർ ഉള്ളൂ, അയാളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, വ്യൂസ് ഉള്ളൂ. പക്ഷെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു കഥയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, കുടുംബവും കുട്ടികളെ എല്ലാത്തിനെയും മറന്ന് നമ്മൾ സകലത്തും വിട്ട് ഒരു 3 മാസം ഏറ്റവും കൂടുതൽ ഒരു സിനിമയ്ക്ക് ചെലവാക്കുന്ന സമയം കഥയുണ്ടാക്കാനാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് വെരി ഈസി. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാഴ്ച മതി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ. എന്റെ വീട്ടിൽ 3 സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. ഇപ്പോൾ എന്റെ അടുത്ത പ്രോജക്റ്റ് ഇപ്പൊ റെഡി ആയിരിക്കണം, ഇമ്മീഡിയറ്റ്ലി ഞാൻ അനൗൺസ് ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു സിനിമ ഉണ്ടാക്കാൻ എടുക്കുന്ന നോർമൽ ഒരാൾ എടുക്കുന്ന എഫേർട്ട് അത് നിസ്സാരമായി കണ്ടിട്ടാണ് ഒരു യൂട്യൂബർ ഒരാൾ ഇരുന്നിട്ട് ചുമ്മാ പറയുകയാണ് അതിന്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇയാൾ ടെക്നിക്കാലിറ്റി പഠിച്ചിട്ട് ഇയാൾക്ക് ഇത്രയും നോളജ് ഉള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നില്ല? ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുക, സത്യം പറയാം. പക്ഷെ ഞാനിപ്പോ അതിനകത്ത് റിയാക്ട് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് എനർജിയാണ് തന്നിരിക്കുന്നത്. ഞാൻ ഡബിൾ മടങ്ങ് ഓപ്പോസിറ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ മൊത്തം ടീം, ഞങ്ങൾ എല്ലാവരും അതിന് അലേർട്ടായിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി ഇത് എത്തിച്ചാൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു സിനിമ, ഇനി ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ പൊങ്കാല മാത്രമല്ല, ഇനി വരുന്ന എല്ലാ സിനിമകളും നല്ല സിനിമകൾ ജനങ്ങളിലേക്ക് എത്തട്ടെ. ഒരു 50% പേരാണ് നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചോ, 100-ൽ ഈ 50 പേർക്ക് കാണാനുള്ള അവസരം പോലും കൊടുക്കാത്ത രീതിയിലാണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അത് റോങ് ആണ്, അത് തെറ്റല്ലേ? അത് ചെയ്യാൻ പാടുണ്ടോ? പണ്ട് കാലത്തൊക്കെ ഈ യൂട്യൂബേഴ്സ് ഇരുന്നിട്ട് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോ നമ്മ കാണുന്ന നല്ല സിനിമകൾ ഉണ്ടായിരുന്നോ? ഉണ്ടാവൂല. എല്ലാം നശിച്ചു പോയാനെ, കലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത്രയധികം പ്രശ്നങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്യാൻ സമയമായിട്ടില്ല. ഞാൻ അതൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോ എന്റെ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ, വളരെയധികം സന്തോഷം ഇന്നത്തെ ദിവസം ഇങ്ങനെ ഈ ഒരു പ്രസ് മീറ്റിംഗ് വെച്ചതും നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും ജനങ്ങൾ തന്ന സപ്പോർട്ടിലാണ്. ഇന്ന് രാവിലെ ഇപ്പൊ ഇവിടെ വന്ന് കയറുന്ന സമയം വരെ എന്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. അതും വിളിച്ചു പറഞ്ഞത്, എടാ വൈപ്പില് ഭയങ്കരമായിട്ട് വൈപ്പിൻ, അതായത് നടന്ന സംഭവം അവിടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കഥ നടന്ന ഏരിയ അതാണ്. അവിടെ നിന്ന് ഒരു കോൾ വന്നിട്ട് പറഞ്ഞത്, ഭയങ്കരമായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു എന്നാണ്. അപ്പോൾ ആ അഭിപ്രായത്തിന്റെ പുറത്താണ് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇന്നിപ്പോ നാളത്തേക്ക് ഒരു 4-5 സ്ക്രീൻ കൂടിയിട്ടുണ്ട്. ഇപ്പോ നാളത്തേക്ക് 1-2 സ്ക്രീൻ പ്രധാനപ്പെട്ട സിനിമ തിയേറ്ററുകൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. കാരണം അറിയാലോ, മമ്മൂക്കയെ പോലുള്ള ഒരാളുടെ സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ബാധിച്ചു. അത് തന്നെയാണ് ബാധിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ്, കാരണം ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് 2-3 ദിവസം മുന്നേ ഞാൻ പ്രിവ്യൂ വെച്ചത് പോലും യങ്സ്റ്റേഴ്സിന്റെ ആയിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞിട്ട് ഞാൻ റിലീസ് ചെയ്യില്ലായിരുന്നു. ആസ് എ ഹ്യൂമൻ ബീങ് ഐ ഹാവ് ദ കോമൺ സെൻസ്. ഞാനത് ചെയ്തു. അവര് തന്ന കോൺഫിഡൻസിൽ മാത്രമാണ് 5-ാം തീയതി റിലീസ് ചെയ്തത്. പക്ഷെ ഈ പറഞ്ഞ ആ ഒരു സ്റ്റേജിലുള്ള കുട്ടികൾക്ക് സിനിമ കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പൊ അതിലേക്ക് എത്തിക്കുകയാണ്. ദൈവം സഹായിച്ച് ഇപ്പൊ എന്തായാലും തിയേറ്ററുകൾ കൂടുന്നു, നല്ല രീതിയിൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ നല്ല കളക്ഷൻ ആയിരുന്നു. അപ്പൊ റിപ്പോർട്ട് ഇപ്പൊ ഉടനെ ഞങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അപ്പൊ ഇനിയും നല്ല സഹകരണവും എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഓവറായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു സോ മച്ച്. ചില നെഗറ്റീവുകളാണ് പലപ്പോഴും നമ്മളെ പോസിറ്റിവിറ്റിയിലേക്ക്